അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തിയാൽ ആഭ്യന്തര വകുപ്പും വനം വകുപ്പും തനിക്ക് നൽകണമെന്നും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നും PV അൻവർ. ഈ വ്യവസ്ഥകൾ അംഗീകരിക്കുകയാണെങ്കിൽ 2026 UDF സർക്കാരിനെ അധികാരത്തിലെത്തിക്കാൻ മുന്നണി പോരാളിയായി താൻ ഉണ്ടാകുമെന്നും അൻവർ പറയുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക പിൻവലിക്കില്ലെന്നും അൻവർ വ്യക്തമാക്കുന്നു. VD സതീശനോടുള്ള എതിർപ്പാണ് UDF-നെതിരെ മത്സരിക്കാൻ കാരണമെന്ന് അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. VD സതീശനെ UDF-ന്റെ നേതൃത്വത്തിൽ ഇരുത്തിക്കൊണ്ട് താൻ അതിലേക്ക് വരില്ല. ഒരു പിണറായി ഇറക്കി വിട്ട് മറ്റൊരു മുക്കാൽ പിണറായിയെ അധികാരത്തിലെത്തിക്കാൻ ഞാനില്ല. അൻവർ തുറന്നടിച്ചു. ആഭ്യന്തരം വനം വകുപ്പുകൾ നൽകാമെന്ന പരസ്യമായി ധാരണയാക്കിയാൽ UDF-ന്റെ വിജയത്തിനായി പ്രവർത്തിക്കാമെന്നാണ് അൻവറിന്റെ വാഗ്ദാനം. തനിക്ക് മുന്നിൽ എല്ലാ വാതിലുകളും അടഞ്ഞുവെന്ന് UDF നേതാക്കൾ പറയുമ്പോഴും രാവിലെ 9 മണി വരെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ വിളിച്ചിരുന്നതായും PV അൻവർ അവകാശപ്പെടുന്നുണ്ട്. ഇതിനു പുറമെ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യവും അൻവർ മുന്നോട്ട് വെച്ചു. തിരഞ്ഞെടുപ്പിന് ശേഷം തൃണമൂൽ കോൺഗ്രസുമായി സഹകരിച്ച് ഈ ആവശ്യം ശക്തമാക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. മലയോര ജനതയ്ക്ക് വേണ്ടി തിരുവമ്പാടി കൂടി ഉൾപ്പെടുത്തിയ ഒരു ജില്ല വേണം. 60 ലക്ഷത്തോളം ആളുകൾക്ക് ഇവിടെ വികസനം എത്തുന്നില്ല. ഈ വിഷയം പലതവണ ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടായില്ല. മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള ഈ ആവശ്യം ആദ്യം ഉന്നയിച്ച താനാണ്. അപ്പോഴാണ് UDF ഇത് ഏറ്റെടുക്കുന്നതെന്നും അൻവർ കൂട്ടിച്ചേർത്തു.